എൻ്റെ ഹസ്ബൻഡ് ഇതുവരെ കോഴിക്കോട് ബീച്ച് കണ്ടിട്ടില്ല പറഞ്ഞു. ഞാൻ കോഴിക്കോടിനെ കുറിച്ച് പറഞ്ഞു വെച്ചിരിക്കുന്നത് വേറെ ലെവലാണ്. നമ്മുടെ നാടിൻ്റെ അത് മുക്കും മൂലയും എല്ലാം വേറെ ലെവൽ കഥയായിട്ടാണ് പറഞ്ഞു കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് ടൈം ഇന്ന് കോഴിക്കോട് കാണിച്ചു കൊടുക്കാൻ വിചാരിച്ചു. രാത്രി സമയമാണ്. ഞങ്ങൾ കസിൻസ് എല്ലാവരും കൂടെ ബീച്ചിലേക്ക് പോവാണ്. വീട്ടിൽ നിന്നാണ് എൻ്റെ ഏടത്തിയമ്മ. ചേച്ചി ഓഫീസ് കഴിഞ്ഞ് ഞങ്ങൾ പിക്ക് ചെയ്തതാണ്. ഇനിയാണ് മെയിൻ പരിപാടികൾ. ഞങ്ങൾ അവിടെ കണ്ട എല്ലാ സാധനങ്ങളും ടേസ്റ്റ് ചെയ്തു. മുന്നേ കഴിച്ചതാണ്. എൻ്റെ ഹസ്ബൻഡ് ഫസ്റ്റ് ടൈമാണ് ട്രൈ ചെയ്യുന്നത്. വല്ലാണ്ടൊന്നും ബോധിച്ചിട്ടില്ല. ഇതെൻ്റെ ബ്രദർ. പുള്ളിക്കാരനെ നന്നായി ബോധിച്ചു. എനിക്ക് പിന്നെ എല്ലാം ഇഷ്ടമാണല്ലോ. മെയിൻ ഐറ്റംസ് നമ്മുടെ സ്ട്രീറ്റ് ഫുഡ്, കോഴിക്കോട് സ്പെഷ്യൽ സ്ട്രീറ്റ് ഫുഡ്സ്. ഞാനും കഴിച്ചിട്ടൊരു 10 വർഷമെങ്കിലും ആയി. ഇതിനൊക്കെ കുറിച്ച് ഞാനിവിടെ കോയമ്പത്തൂർ വലിയ വലിയ സ്റ്റോറീസാണ് പറഞ്ഞിട്ടുള്ളത്. ഹസ്ബൻഡ് ഫസ്റ്റ് ടൈമാണ് ഇതൊക്കെ ട്രൈ ചെയ്യുന്നത്. എനിക്ക് വിഷമമോന്ന് അറിഞ്ഞിട്ടാണോ അറിയില്ല, എല്ലാം സൂപ്പറാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആക്ച്വലി ആ പഴയ ടേസ്റ്റ് ഉണ്ടായിരുന്നില്ല. ഒരമ്മ പെറ്റാളിയന്മാരെ പോലെ പോകുന്നത് കണ്ടോ? പിന്നെ ഞങ്ങൾ മീൻ കോഴ്സ് കഴിക്കാൻ വേണ്ടിയിട്ട് ബീച്ചിൻ്റെ അടുത്ത് തന്നെയുള്ള തക്കാരത്തിലേക്കാണ് പോയിരിക്കുന്നത്. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇവിടെ പോകുന്നത്. എക്സാമിന് പോലും ശരിക്കും പഠിക്കാത്ത ഈ ടീംസ് എല്ലാം എന്താ ഹോട്ടലിൽ പോയിട്ട് പഠിക്കുന്നതെന്ന് നിങ്ങൾ വിചാരിക്കും. ആക്ച്വലി ഞങ്ങൾ ഒരു ഗെയിം കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഈ മന്തി കിട്ടാതെ വിഷമിച്ചിരിക്കുമ്പോഴാണ് നേത്ര. ഓൾറെഡി നന്നായിട്ട് സ്ട്രീറ്റ് ഫുഡ്സും മുട്ടിലിട്ടൊക്കെ കഴിച്ചുകൊണ്ട് ഞങ്ങൾക്ക് അത്ര വിശപ്പുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഇതിലൊക്കെ ഒന്ന്